സി നമ്മുടെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് ഐ ആം ലോഞ്ചിങ് ദിസ് പ്രൊഡക്റ്റ് ആസ് എ ട്രിബ്യൂട്ട് ടു മൈ ഡാഡ്. കേശ കണ്ണി കണ്ട ആൾക്കാരൊക്കെ ഇതേ ബ്രാൻഡ് നെയിമിൽ ഇറക്കുക വെച്ചാ സാറേ ഈ ബ്രാൻഡ് നെയിമിൽ ഒരു ട്രേഡ് മാർക്ക് ഒന്നും വെച്ചിട്ടില്ല സാർ. സി ഞങ്ങളെപ്പോലത്തെ കമ്പനികളുമായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഡബിൾ ചെക്ക് ചെയ്യണമായിരുന്നു. സാറേ അന്ന് പ്രസന്റേഷന് നമ്മൾ ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് അന്ന് തന്നത് നെയിംസ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി. സർ ലോഞ്ചിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. ഹോർഡിങ്സ്, ന്യൂസ് പേപ്പർ, ഓൺലൈൻ ക്യാമ്പയിൻസ്, എല്ലാ സ്ഥലത്തും എത്ര രൂപയുടെ കളിയാണെന്ന് വല്ല ബോധമുണ്ടോ എനിക്ക്? സാറേ അവരുടെ അടുത്ത് പോയി ഞങ്ങൾ കൺഫേം ആയിട്ട് സംസാരിച്ചു സാർ. എന്റെ അപ്പന്റെ പേരിന് ചീത്ത പേരുണ്ടാക്കുന്ന ഒരു കാര്യവും നടക്കൂല. ഔട്ട് ഔട്ട്. അത് ഞാൻ ഓക്കെ ആക്കാം സാർ. ഇനി ഞാൻ പറയുന്നത് വരെ എല്ലാ പേയ്മെന്റ്സും സ്റ്റോപ്പ് ചെയ്യാം. യെസ് സാർ. എടാ നമ്മള് എണ്ണയുടെ പരസ്യം ചെയ്തപ്പോഴാണ് നാട്ടിൽ മൊത്തം എണ്ണ കമ്പനി. എടാ അതിപ്പോ നമ്മളൊരു സ്വിഫ്റ്റ് കാർ വാങ്ങിക്കാൻ പോയാൽ റോഡ് മുഴുവൻ സ്വിഫ്റ്റ് കാറായിരിക്കും. പിന്നെ കുറച്ചൊരു ലോക്കൽ സെറ്റപ്പ് ആണല്ലേ. ചേട്ടാ മുതലാളി ഉണ്ടാ? മുതലാളി അകത്തുണ്ട് അല്ലേ? ഈയപ്പെട്ട രണ്ടുപേര് കാണാൻ വന്നിരിക്കണോ? ചെല്ലോട്ടെ വാടാ. എടാ ഞാൻ സംസാരിച്ചോളാം, നീ കുറച്ച് വെയിറ്റ് ഇട്ട് നിന്നാ മതി. നീ സംസാരിച്ച് കൊള്ളാക്കണ്ടത്. ആരാ? എന്താ? ജോസഫ് ആൻസൺ. ഈയപ്പൻ. ചേട്ടന് ഹെയർ ഓയിലിന്റെ ഒരു പ്രോഡക്റ്റ് ഇല്ലേ? കേശ. കേശ. ആ ഇത് ആരോട് വെച്ചിട്ടാ പേരിട്ടത്? നിന്റെ പേരെന്താന്നാ പറഞ്ഞത്? ജോസഫ്. ആരോട് വെച്ചിട്ടാ പേരിട്ടത്? അതെന്റെ അപ്പനിട്ട പേര്. ഇത് എന്റെ അപ്പനിട്ട പേരാ. എന്റെ അപ്പനപ്പന്മാരായിട്ട് ഇത് തന്നെയായിരുന്നു പരിപാടി, മനസ്സിലായ? അതല്ല ചേട്ടാ ഒരേ പേരിൽ ഇതുപോലെ 2-3 പ്രോഡക്റ്റ് പാടില്ല. എടാ ഒരേ പേരിൽ 2-3 വന്ന എന്ത് ചെയ്യും? ഇരട്ട പേരിടും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ 5-6 ജോസ് ഉണ്ട്. ഒറ്റക്കൈൻ ജോസ്, പിപ്പിരി ജോസ്, വടിവാൾ ജോസ്, അണ്ണാൻ ജോസ്, പുത്തമ്പള്ളി ജോസ്, അങ്ങനെ ഇരട്ട പേര്. ചേട്ടാ ഇത് ഇപ്പൊ എന്റെ ഇത് ഈയപ്പന്റെ കേശ, നിന്റെ ജോസഫിന്റെ കേശ. തീർന്നില്ലേ? ചേട്ടാ ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത് ട്രേഡ് മാർക്കൊക്കെ എടുത്ത് പേരുണ്ടാക്കുന്നതാണ്. പൊന്നു മോനെ, നമ്മുടെ ഗാന്ധി ഇല്ലേ, നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ വാങ്ങിച്ചെന്ന ഗാന്ധി, ഈ ഗാന്ധിയുടെ പേരിൽ ഇപ്പൊ എത്ര ഗാന്ധിമാരുണ്ട്? ഇവരൊക്കെ ഗാന്ധി ചെടി ചെന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് ആ പേരിട്ടത്. മറ്റേ കമ്പനി കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. വാസുമതിയേ കേസ്. എന്റെ ഭാര്യ ഇവക്കെതിരെ എത്ര കേസ് തുറന്നറിയാമോ? കേസിലൊന്നും എന്നെ പേടിപ്പിക്കണ്ട. എന്തെങ്കിലും പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ നോക്കാം. അയ്യോ ചിരിച്ചാ. ഓ എന്താണ് കേസിന്റെ കാര്യം? ചേട്ടാ മറ്റേ കമ്പനി ചേട്ടനെതിരെ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്ന പരിപാടിയാണ്. അപ്പൊ ഇതില് നിങ്ങൾക്ക് എന്താണ് ലാഭം? അല്ലേടാ ഞങ്ങള് ചേട്ടനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന. അപ്പൊ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതെ. എടാ മക്കളെ, 1956 നവംബർ മാസം 1-ാം തീയതിയാണ് കേരള സംസ്ഥാനം ഉണ്ടായത്. അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു ലാഭമില്ലാതെ ഒരു മലയാളിയും മറ്റൊരു മലയാളിയെ രക്ഷപ്പെടുത്തിയ ചരിത്രമില്ല. ഈ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്കിതിൽ എന്താണ് മെച്ചം? ചേട്ടാ ഇത് ചേട്ടനും കൂടി മെച്ചമുള്ള കാര്യമാണ്. അങ്ങനെ പറയണ്ടേ, വെറുതെ മനുഷ്യന്റെ വായിന്ന് വെള്ളം പറ്റിച്ച്. നിങ്ങളല്ല ഈയപ്പൻ. ഓ സി മിസ്റ്റർ ഈയപ്പൻ, ഓ നിങ്ങളുടെ ഈ എണ്ണ കമ്പനി നിങ്ങളിപ്പോൾ ഈ കൊണ്ടുപോകുന്ന സെറ്റപ്പിൽ അധികം നാൾ പോവില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വിൽക്കുന്ന റേറ്റിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താലും ഒരു 30 കൊല്ലം ഓടിച്ചാലും 20 ലക്ഷം രൂപയെ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കേണ്ട. ഞാനിപ്പോൾ ഒരു 25 ലക്ഷം രൂപ അങ്ങോട്ട് തരും. അത് വാങ്ങിച്ചിട്ട് ഈയപ്പൻ ഈ എണ്ണ കമ്പനി നിർത്തുന്നു, ഇനി ഈ പ്രൊഡക്റ്റ് ഇറക്കൂല എന്നൊന്ന് ഒപ്പിട്ട് തന്നാൽ മതി. സാറേ, എന്നോടൊന്നും തോന്നരുത്. ഈ ധീരുഭായി അംബാനി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു പെട്രോൾ പമ്പിൽ ഇങ്ങനെ പെട്രോൾ എടുക്കുന്ന ആളായിരുന്നു. പിൽക്കാലത്ത് ഇന്ത്യൻ പെട്രോളിയത്തിന്റെ രാജാവായിട്ട് ഇങ്ങേര് മാറി. 2 മക്കളെ നിങ്ങൾ അറിയായിരിക്കും. അപ്പോ ഒരു കാലത്ത് എൻ്റെ ഈ കേശ വെളിച്ചെണ്ണ ഇതുപോലെ അങ്ങോട്ട് സൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ശതകോടീശ്വരനായി മാറണം.
എന്നാണ് എൻ്റെ സ്വപ്നം. അന്ന് എൻ്റെ മക്കൾ എന്നെ കുത്തി ചോദിക്കരുത്, അച്ഛ അന്ന് ഒപ്പിട്ട് കൊടുത്തത് മണ്ടത്തരം ആയില്ലെന്ന്. അങ്ങനെ ചോദിക്കാതിരിക്കാൻ എനിക്ക് തുക പോരാ. നമുക്കൊരു അതെ നമുക്കൊരു 30 രൂപ പറ്റൂല ശശി. ഇങ്ങനൊന്ന് ആലോചിക്കാൻ. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു 40. നമുക്കൊരു റൗണ്ട് ഫിഗർ ആയിട്ട് ഇതാ. നിന്റെ ഈ തള്ളവിരലെന്ത് ഒരു പറ്റി? കുഴപ്പമില്ല. അതങ്ങോട്ട് നീർത്ത്, അപ്പഴല്ലേ റൗണ്ട് ഫിഗർ ആവും. എന്നാ ഒപ്പിട്ടെ. ദാ, മറ്റേ ദമ്പടി. അതൊക്കെ അവിടെ ആ, അതൊക്കെ റെഡി. അയ്യോ അയ്യോ ചെക്ക. ആ അത് പറ്റൂല. കാര്യം ശരി, എനിക്ക് അംബാനിയുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ഈ വൈറ്റിന്റെ കാര്യത്തിൽ പറ്റൂല. നമുക്ക് ഈ ബ്ലാക്ക് ഹ്യൂമറിനോടാണ് താല്പര്യം. ഈ ബ്ലാക്ക് അതൊക്കെ നമുക്ക് അത് ശരിയാക്കാം. ശരിയാവില്ല, നമുക്ക് വൈറ്റേ ഉള്ളൂ. ഒക്കെ ശരിയാക്കാൻ ഒപ്പിട്. ഞാനല്ലേ പറയണേ. ഓ അല്ല, ക്യാഷ് ഒക്കെ കിട്ടും. സാധനം ഇപ്പൊ വരും. ഒരു ചായ കുടിക്കുമ്പോഴും വരും. ചായ വരട്ടെ? വേണ്ട, കാപ്പി മതി. ഓക്കെ, അപ്പൊ ഞാനൊന്ന് താനെന്ന് പുറത്തേക്ക്. ബാക്കി കാര്യങ്ങൾ മാനേജരോട് സംസാരിച്ചു. ഞാനും വരാം. ഓ ശ്ശോ, ഇത് ഞാൻ പണ്ട് പറഞ്ഞ ഡയലോഗ് പോലെ ആയില്ല. എനിക്ക് ഭ്രാന്തായതാണ്, അത് യുവന്മാർക്ക് ഭ്രാന്തായതാണ്. ആ പറഞ്ഞ എമൗണ്ട് ഉണ്ട്. ഓക്കെ. ആ അവരാണ് പോട്ടെ. ഓ എന്നെ കേസുണ്ട്. എന്താണല്ലേ ഒരു പേരിന്റെ ഒക്കെ വില? 50 ലക്ഷം രൂപ. ഏതായാലും ഞാൻ പുതിയ പേര് കണ്ടുപിടിക്കണം. കേശ പറ്റൂല.